ഇടതുപക്ഷത്തെ ആകെ ഞെട്ടിച്ച തദ്ദേശ ജനവിധിയാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. 2020 അപേക്ഷിച്ച് 2025 ഫലത്തിനുണ്ടായ മാറ്റങ്ങൾ വളരെ വേഗത്തിൽ നോക്കാം. അതിനുശേഷം അതിഥികളിലേക്ക് നമുക്ക് വേഗത്തിൽ തന്നെ വരാം. ആദ്യം നമുക്ക് നമ്മുടെ പൈ ചാർട്ട് തയ്യാറായി നിൽക്കുകയാണ്. നമുക്ക് ഓരോ സെഗ്മെന്റുകൾ വളരെ വേഗത്തിൽ പരിശോധിക്കാം. ആദ്യം ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. കേരളത്തിൽ ആകെയുള്ളത് 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കേരളത്തിൽ ആകെ ഉള്ളത്. അതിൽ 2020 കണക്കാണ് ഇടതുവശത്ത് കാണുന്നത്. 2020 കണക്കനുസരിച്ച് 111 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് LDF 2020 ജനം അവർക്ക് നൽകിയിരുന്നത്. പക്ഷേ 2025 ആവുമ്പോഴേക്കും അത് കുറഞ്ഞ് ലോപിച്ച് 63 എത്തിയിരിക്കുകയാണ്. ഇനി UDF പക്കൽ ഉണ്ടായിരുന്നത് 2020 41 ആയിരുന്നെങ്കിൽ UDF ഇത്തവണ നേടിയിട്ടുള്ളത് 79 അതായത് 41 നിന്ന് 79 വലിയ കുതിച്ചുചാട്ടം. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ LDF അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ UDF അങ്ങോട്ടേക്ക് കയറിയിരിക്കുകയാണ്. NDAക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്തുമില്ല, ഇവിടെയും 0 തന്നെയാണ്. മറ്റുള്ളവർക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്തും ഇല്ലാത്ത സ്ഥിതിയായിരുന്നു. പക്ഷേ 10 ബ്ലോക്ക് പഞ്ചായത്തുകൾ കൂട്ടുമുന്നണി ഭരണത്തിലേക്ക് പോയിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. നമുക്ക് അടുത്ത ചാർട്ടിലേക്ക്, അടുത്ത പൈ ചാർട്ടിലേക്ക് വളരെ വേഗത്തിൽ തന്നെ പോകാം. അടുത്ത പൈ ചാർട്ട് എന്ന് പറയുന്നത് കോർപ്പറേഷനുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടത്തുന്ന കോർപ്പറേഷനുകളിൽ 2020 LDF പക്കൽ 5 കോർപ്പറേഷനുകൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ 5 കോർപ്പറേഷനുകൾ, കണ്ണൂർ ഒഴികെയുള്ള 5 കോർപ്പറേഷനുകളും ഭരിച്ചുകൊണ്ടിരുന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ LDF ആയിരുന്നു. പക്ഷേ ഇന്നിതാ ഒരൊറ്റ കോർപ്പറേഷനിലേക്ക് അവരുടെ ഭരണം ഒതുങ്ങുന്നു. അതും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി തനിച്ച് ഭൂരിപക്ഷമില്ലാത്ത സ്ഥിതി കൂടി ഉണ്ടായിരിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ അന്തിമ ചിത്രം പുറത്തേക്ക് വരുമ്പോൾ 2020 കണ്ണൂർ കോർപ്പറേഷൻ മാത്രമായിരുന്നു UDF പക്കൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 4 കോർപ്പറേഷനുകളാണ്. തിരുവനന്തപുരവും കോഴിക്കോടും ഒഴികെ കേരളത്തിലെ 4 കോർപ്പറേഷനുകളും ഇന്ന് ഭരണം ഉറപ്പിച്ചിരിക്കുന്നത് UDF ആണ് എന്ന് പറയുന്ന കുതിച്ചുചാട്ടം കാണുന്നു. NDA സംബന്ധിച്ചാണ് വലിയ നേട്ടം. മറ്റ് 2 മുന്നണികളെയും സംബന്ധിച്ച് ചെറിയ മുന്നണി എന്ന നിലയിൽ കൂടി 2020 ഒരു കോർപ്പറേഷൻ ഭരണം പോലും അവർക്കുണ്ടായിരുന്നില്ല. ഇത് അവർ ചരിത്രത്തിലാദ്യമായി ഒരു കോർപ്പറേഷൻ ഭരണം കേരളത്തിൽ പിടിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് അനന്തപത്മനാഭന്റെ മണ്ണിൽ അവർ വലിയ ഒറ്റക്കക്ഷിയായി നിൽക്കുന്നു. കേവല ഭൂരിപക്ഷത്തിന് ഒറ്റ അംഗത്തിന്റെ കുറവ് മാത്രമാണ്. അതൊരു സ്വതന്ത്രന്റെ കൂടി പിന്തുണയുണ്ടാകും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അടുത്ത പൈ ചാർട്ടിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ പോകാം. അടുത്ത പൈ ചാർട്ട് മുനിസിപ്പാലിറ്റിയാണ്. വാത്സീകര്യ മത്സരം നടന്ന മുനിസിപ്പാലിറ്റിയിൽ 2020 LDF 47, 2025 ആകുമ്പോൾ ഇന്നിതാ ഫലം വരുമ്പോൾ 29 അത് ചുരുങ്ങിയിരിക്കുകയാണ്. 2020 UDF 42 ആയിരുന്നെങ്കിൽ അത് കുതിച്ചുയർന്ന് 54, അതായത് 2020 LDF 47 കവച്ചു വെച്ചുകൊണ്ട് UDF ഇത്തവണത്തെ പെർഫോമൻസ് മാറിയിരിക്കുന്നു. 54 ആയിരിക്കുകയാണ്. NDAക്ക് 2 മുനിസിപ്പാലിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 2 മുനിസിപ്പാലിറ്റികളാണ്. അത് നേരത്തെ 2020 പന്തളവും പാലക്കാടുമായിരുന്നെങ്കിൽ പന്തളം ഇത്തവണ LDF പിടിച്ചെടുത്തിരിക്കുന്നു. പന്തളത്തിന് പകരം തൃപ്പൂണിത്തുറയാണ് BJP ഇത്തവണ നിലനിർത്തിയിരിക്കുന്ന മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. അതാണ് 2025 ആ കണക്ക്. മറ്റുള്ളവർ 1 കൂട്ടുകക്ഷി എന്നുള്ളത് 1 എന്ന നിലയിലാണ് നിൽക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും അടിത്തട്ടായിട്ടുള്ള ഗ്രാമങ്ങളുടെ ഉൾത്തുടിപ്പിലൂടെ തന്നെ എത്ര വലിയ UDF തരംഗമാണ് കേരളത്തിൽ ആഞ്ഞടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകും. 2020 LDF സംബന്ധിച്ച് 564 എന്ന് പറയുന്ന ബിഗ് നമ്പർ അവർക്കുണ്ടായിരുന്നു. പക്ഷേ LDF 2025 ആവുമ്പോഴേക്കും 340 വീണിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ പതനമാണ് LDF അവിടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതേസമയം UDF 358 എന്നുള്ളതായിരുന്നു UDF കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന കണക്ക്. ഇത്തവണ LDF സ്കോർ ചെയ്തതുപോലെ തന്നെയായിരുന്നു 2020 UDF സ്കോർ ചെയ്തിരുന്നത്. പക്ഷെ നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 502 എന്ന് പറയുന്ന വലിയ ചരിത്രമായിട്ടുള്ള കണക്കുമായിട്ടാണ് UDF ഇത്തവണ ഗ്രാമപഞ്ചായത്തുകളിൽ ഏകാധിപത്യം തുടർന്നിരിക്കുന്നത്. അല്ലെങ്കിൽ വലിയ ആധിപത്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏകാധിപത്യമല്ല, ക്ഷമിക്കുക. NDAയെ സംബന്ധിച്ച് 12 ഗ്രാമപഞ്ചായത്തുകളാണ് അവർക്കാകെ കേരളത്തിൽ ലഭിച്ചിരുന്നത് 2020 എങ്കിൽ നോക്കൂ 25 ഗ്രാമപഞ്ചായത്തുകൾ ലഭിച്ച് വലിയ പെർഫോമൻസ് ആണ് NDAയും BJPയും അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക് 7 ആയിരുന്നെങ്കിൽ 74 മറ്റുള്ളവർ, അതായത് ഫലം വരാത്ത അല്ലെങ്കിൽ ഈ ഫലം കൂട്ടുകക്ഷി ടൈ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് 74 എന്ന് പറയുന്ന വലിയ സംഖ്യ വന്നിരിക്കുന്നു. ഇനി ജില്ലാ പഞ്ചായത്തുകൾ കൂടി വേഗം പരിശോധിക്കാം. കേരളത്തിലെ 14 ജില്ലകളിൽ 2020 11 ജില്ലകളുടെയും അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്നത് LDF ആണെങ്കിൽ ഇത്തവണ അത് 7 ആയിരിക്കുന്നു. നേരെ പകുതിയായിരിക്കുന്നു. ആശ്വാസകരമായ ഒരു പെർഫോമൻസ് ഈ ചാർട്ടുകളിൽ ആകെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ്. UDF സംബന്ധിച്ച് 3 ജില്ലാ പഞ്ചായത്തുകൾ മാത്രമായിരുന്നു അവരുടെ കയ്യിൽ 2020 ലഭിച്ചിരുന്നെങ്കിൽ UDF ഇത്തവണ അത് 7 ആക്കി ഉയർത്താൻ, നേരെ പകുതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. മറ്റുള്ള ഒരു മുന്നണിക്കും ജില്ലാ പഞ്ചായത്തുകളിൽ കാര്യമായ 14 ജില്ലാ പഞ്ചായത്തുകൾ ഇങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു LDF UDF ഇടയ്ക്ക്. ഇതാണ് നമ്മുടെ ആകെ ചാർട്ട്. ഈ ചാർട്ട് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതിഥികളിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ വരാം. LDF നിന്ന് V വസീഫ്, UDF നിന്ന് ബേസിൽ പാറേക്കുടി, ഒപ്പം തന്നെ BJP നിന്ന് ഗോകുൽ ഗോപിനാഥ് എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ശ്രീ ബേസിൽ പാറേക്കുടിയിലേക്കാണ്. ശ്രീ ബേസിൽ പാറേക്കുടി,
എന്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും നിങ്ങൾ ഉയർത്തിവച്ചിരുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം? ജനങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വലിയ മാൻഡേറ്റിന് അടിസ്ഥാനം യഥാർത്ഥത്തിൽ എന്ത് വിഷയമായിരുന്നു? സത്യം പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. ആദ്യമേ കേരളത്തിലെ എല്ലാ വോട്ടർമാരോടും, കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ വോട്ടർമാരോടുമുള്ള UDFൻ്റെ അകമൊഴിഞ്ഞ നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. ചരിത്രത്തിൽ ഇതുവരെ ലഭിക്കാത്ത അത്രയും വലിയ ഒരു വിജയമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് UDFന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇതുവരെ നമ്മൾ 2025 നമ്മളുടെ ഒരു 6 മാസത്തെ മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ 6 മാസത്തെ ചിട്ടയായ പ്രവർത്തനം, ബൂത്ത് തലങ്ങൾ അല്ലെങ്കിൽ വാർഡ് തലങ്ങൾ മുതൽ നമ്മൾ നടത്തിയ ചിട്ടയായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്, അതിൻ്റെ റിസൾട്ടാണ് ഇന്നിവിടെ ലഭിച്ചിരിക്കുന്നത്. വലിയ സന്തോഷമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുണ്ട്. ഇത്രയും നല്ലൊരു റിസൾട്ട് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് മുതൽ, അതായത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് മുതൽ എവിടെയും ഒരു സ്ഥലത്തും, അതായത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന വാർഡ് കമ്മിറ്റികൾ കൂടി ആ കമ്മിറ്റികൾ ശുപാർശ ചെയ്യുന്ന പേരുകൾ വരുന്നു. ആ പേരുകളിൽ നിന്നും മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതായത് വാർഡ് കമ്മിറ്റികൾ 6 മാസം മുമ്പേ സജ്ജമായി അവർ വീടുകൾ കയറുന്നു, ഭവന സന്ദർശനം നടത്തുന്നു. അത് കൃത്യമായ പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് ഇത്തവണ UDF ഈ ഇലക്ഷനെ ഫേസ് ചെയ്തത്. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് ഉണ്ടായി. പിന്നെ കേരളത്തിൽ രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ് നടന്നത്. കാരണം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് തന്നെയാണ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ട്രയൽ റണ്ണായിരുന്നു. ആ ട്രയൽ റണ്ണിൽ വളരെ നന്നായി ഞങ്ങൾ അടിപൊളിയായി ഞങ്ങൾ വിജയിച്ചു എന്ന് തന്നെ പറയാം. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അതായത് തിരുവനന്തപുരം മുതൽ ഞങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ ഞങ്ങളുടെ സീറ്റുകൾ ഇരട്ടിയാക്കാൻ സാധിച്ചു. കൊല്ലത്തുൾപ്പെടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു മാസീവ് വിജയമാണ് ഞങ്ങൾക്ക് കൊല്ലം സമ്മാനിച്ചത്. പത്തനംതിട്ടയിൽ ഉൾപ്പെടെ ഈ പറയുന്ന കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിജയം അതിനപ്പുറത്തേക്ക് കടന്നിരിക്കുന്നു. ഇത്ര വലിയൊരു വിജയം നിങ്ങൾ കണക്ക് കൂട്ടിയിരുന്നോ യഥാർത്ഥത്തിൽ? അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി മിഷനറി കൃത്യമായി ചലിപ്പിച്ച് നേതാക്കന്മാർ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഞങ്ങൾ ഉദ്ദേശിച്ച വിജയം, പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഞങ്ങൾ 7 ജില്ലാ പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾ എത്ര കോർപ്പറേഷൻ ഭരിക്കും, എന്താ പറഞ്ഞ പ്രതിപക്ഷ നേതാവ്? 3 or 4 കോർപ്പറേഷൻ വരെ ഞങ്ങൾ ഭരിച്ചേക്കാം. കൃത്യമായുള്ള കണക്കുകൾ പ്രതിപക്ഷ നേതാവും ഞങ്ങളുടെ ലീഡേഴ്സ് എല്ലാവരും, ഈ KPC പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റും എല്ലാവരും കൂടി കഴിഞ്ഞ ചിന്തശിബിരിൽ ഉൾപ്പെടെ അവിടെ നിന്നും പോകുന്ന പ്രവർത്തനം, കൃത്യമായ പ്രവർത്തനത്തിന് റിസൾട്ട് ഉണ്ടായി. ഈ പ്രവർത്തനവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ അടുത്ത UDFൻ്റെ സർക്കാർ 2026 നിയമസഭയിൽ UDF കേരളത്തിനെ 2026 മുതൽ 31 വരെയുള്ള നിയമസഭയിൽ UDF കേരളത്തെ ഭരിക്കുക തന്നെ ചെയ്യും. ഓക്കെ, BJPയുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ഗോകുൽ ഗോപിനാഥ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഗോകുൽ ഗോപിനാഥ്, മികച്ച പെർഫോമൻസ് തന്നെയാണ് BJPയും ഇത്തവണ കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തിരുവനന്തപുരം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരി അത് പിടിച്ചിരുത്തിയിരിക്കുകയാണ് BJP. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും BJPയെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ ഈ ജനവിധി പുറത്തേക്ക് വരുമ്പോൾ മനസ്സിലാക്കാനാകുന്നത്. ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യം എന്തായിരുന്നു? ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ വിജയവും അതിൻ്റെ ഫലവും കേരളത്തിൽ 2026 സംഭവിക്കാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ദിശാസൂചികയാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും ഇന്ന് ഈ രാത്രി ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം തിരുവനന്തപുരം നഗരസഭ, സാധാരണ ഒരു ചൊല്ല് നമ്മൾ സാധാരണ ദേശീയ രാഷ്ട്രീയത്തിൽ പറയാറുണ്ട്, ഹിന്ദി ഹൃദയഭൂമിയിൽ ഉത്തർപ്രദേശിൽ ആരാണ് ജയിക്കുന്നത്, ഉത്തർപ്രദേശിൻ്റെ നിയമസഭ ആരാണ് നേടുന്നത്, അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ സീറ്റ് പാർലമെൻറ്റിൽ നേടുന്നത് ആരാണ്, അവരാണ് രാജ്യം ഭരിക്കാൻ വേണ്ടി പോകുന്നതെന്ന്. അതുപോലെ ഈ സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ, മലയാളക്കരയുടെ തലസ്ഥാനം നേടിയത് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും രാജീവ് ചന്ദ്രശേഖറുമാണ്. ഞങ്ങളാണ് ഈ കേരളത്തിൻ്റെ പുതിയ രാഷ്ട്രീയ ഭൂമികയിൽ പുതിയ ദിശാസൂചിക നൽകി കേരളത്തിനകത്ത് ഈ തിരഞ്ഞെടുപ്പിൽ കൃത്യമായി BJP ചർച്ച ചെയ്ത, ദേശീയ ജനാധിപത്യ സഖ്യം ചർച്ച ചെയ്ത കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ജനങ്ങൾ ഏറ്റെടുത്തതിന് കാരണം അത് വികസനം എന്ന പോസിറ്റീവ് രാഷ്ട്രീയമായതുകൊണ്ടാണ്. ഞങ്ങൾ വിവാദങ്ങളുടെയോ കക്ഷി രാഷ്ട്രീയമായ വിഴുപ്പലക്കലുകളുടെയോ പുറകെ BJP പോയില്ല. കാരണം ഈ ജനങ്ങൾക്ക്, കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങൾക്ക് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നിഷേധിക്കപ്പെട്ട യഥാർത്ഥ വികസനം,
അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ, അവരുടെ ഓരോ ജീവിത ഇടപെടലുകളിലും അവർക്ക് നഷ്ടമായി പോയ വികസനം എങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്, എങ്ങനെയായിരിക്കും അത് ഞങ്ങളുടെ ഒരു പ്രൊപ്പഗാൻഡ, ഡെവലപ്മെന്റ് സ്ട്രാറ്റജി എന്തായിരിക്കും എന്നുള്ളത് കേരളത്തിൽ കഴിഞ്ഞ 6 മാസത്തോളമായി രാജീവ് ചന്ദ്രശേഖർ ജി എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും, നിങ്ങൾക്കറിയാലോ BJPക്ക് നമ്മുടെ റവന്യൂ ജില്ല പോലെയല്ല സംഘടനാ ജില്ല. കേരളത്തിൽ 30 സംഘടനാ ജില്ലയാണ് BJPക്കുള്ളത്. ഈ 30 സംഘടനാ ജില്ലകളിലും കഴിഞ്ഞ 6 മാസമായി നിരന്തരമായി യാത്ര ചെയ്ത് നമുക്കറിയാലോ BJP എന്ന് പറഞ്ഞാൽ, സംഘപരിവാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ CPM-ഉം കോൺഗ്രസും. ഗോകുൽ ഗോപിനാഥ്, ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് നിങ്ങൾ ആർക്കാണ് നൽകുന്നത്? അത് രാജീവ് ചന്ദ്രശേഖർ വന്നതിന്റെ ഒരു ഉണർവാണോ, അല്ലെങ്കിൽ ആ പുതിയ നേതൃത്വം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഉണർവാണോ BJPയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? അതിന്റെ ക്രെഡിറ്റ് ആർക്കാണ് യഥാർത്ഥത്തിൽ? ഞങ്ങൾ ഈ പുതിയ രാഷ്ട്രീയത്തെ, അല്ലെങ്കിൽ കേരളത്തിലെ നിലവിലെ BJPയെ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ നേതൃത്വത്തിൽ പറയുന്നത് ടീം വികസിത കേരളം എന്നാണ്. കേരളത്തിൽ വികസനത്തിന്റെ രാഷ്ട്രീയം പറയാൻ, ആ രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ ഞങ്ങൾക്കൊപ്പം നിർത്താൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള ടീം, ആ ടീമിന്റെ കൂട്ടായ സംഘടിതമായ ഒരു കണ്ണിമ ചിമ്മാതെയുള്ള, ജനങ്ങളിൽ അർപ്പിച്ച് ജനങ്ങളുടെ വിശ്വാസം നേടിയുള്ള രാവും പകലുമില്ലാത്ത പ്രവർത്തനങ്ങളുടെ വിജയമാണ് തിരുവനന്തപുരം അടക്കമുള്ള നഗരങ്ങളിൽ BJP ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി അധികാരത്തിലേക്ക് നമ്മളെ എടുത്തു നിർത്തുന്ന രീതിയിലേക്ക് മാറിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം ഒന്നുകൂടി പറയുന്നു. ഹിന്ദി ഹൃദയഭൂമിയിൽ പിടിക്കുന്നതാരോ അവർ പാർലമെന്റിലേക്ക് എത്തുമെന്ന് പറയുന്നത് പോലെ, രാജ്യം ഭരിക്കുമെന്ന് പറയുന്നത് പോലെ, ഈ നഗരത്തെ അനന്തപത്മനാഭന്റെ ഈ കേരളത്തിന്റെ തലസ്ഥാനത്തിന്റെ തലവര BJP മാറ്റി എഴുതാൻ ഈ നാടിലെ ജനങ്ങൾ ഞങ്ങൾക്ക് മാൻഡേറ്റ് നൽകിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിൻ്റെ രാഷ്ട്രീയ വിജയം നൽകിയിരിക്കുകയാണ്. ഈ കേരളത്തിനകത്ത് പാലക്കാടും തൃപ്പൂണിത്തുറയും അടക്കമുള്ള മുനിസിപ്പാലിറ്റികളിൽ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ എല്ലാ സാംസ്കാരികമായും രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യേകതകൾ. അങ്ങനെ ശക്തി കേന്ദ്രങ്ങളിൽ, സാംസ്കാരികമായി സാമൂഹികമായുള്ള ശക്തി കേന്ദ്രങ്ങളിൽ BJPയുടെ തേരോട്ടം നടക്കുന്നു. അതോടൊപ്പം കേരളത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? വിജയം മാത്രമല്ല BJP സമ്മാനിക്കുന്നത്, ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി, പ്രതിപക്ഷമായി BJP മാറുകയാണ്. ഇപ്പോൾ തൊടുപുഴ, ഇടുക്കി ജില്ലയാണല്ലോ, തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ 9 സീറ്റ് നേടിക്കൊണ്ട് BJP ഏറ്റവും വലിയ കക്ഷിയായി മാറുകയാണ്. വർക്കല, തിരുവനന്തപുരത്തെ ഏറ്റവും ഒടുവിലത്തെ നഗരസഭ വർക്കലയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP മാറുകയാണ്. ആറ്റിങ്ങലിൽ CPM-ന്റെ ശക്തി ദുർഗമായിട്ടുള്ള ആറ്റിങ്ങലിൽ BJP ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി മാറുകയാണ്. കൊല്ലത്ത് കണ്ണിഞ്ചിപ്പിക്കുന്ന വിജയമാണ് BJP 10 സീറ്റിൽ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. ചങ്ങനാശ്ശേരിയിൽ, കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിൽ BJP 8 സീറ്റിൽ മുനിസിപ്പാലിറ്റി ജയിക്കുകയാണ്. കൊടുങ്ങല്ലൂരിൽ 18 നമുക്ക് ലഭ്യമായിട്ടില്ല. ബേസിൽ പാറക്കുടിയിലേക്കാണ് നമുക്ക് മടങ്ങി പോകേണ്ടത്. ബേസിൽ പാറക്കുടി, ഇപ്പോൾ BJP പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. BJP ഇവിടെ വലിയ പ്ലെയറായി, ശക്തമായിട്ടുള്ള പ്ലെയറായി സംസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അക്കാര്യത്തിലൊരു സംശയമില്ലല്ലോ. അപ്പോൾ BJPയുടെ ഈ വരവ് കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ യഥാർത്ഥത്തിൽ? ഒരാശങ്കയില്ല. ഇവർ അണ്ണൻ തമ്പിയൊക്കെ പണ്ടേ അണ്ണൻ തമ്പിയായിട്ട് നിന്നിട്ടില്ല. ഞങ്ങൾക്കതിൽ ആശങ്കയൊന്നുമില്ല. അതിൽ വ്യക്തമായി ഞാനൊരു കാര്യം പറയാം. കോൺഗ്രസ് തിരുവനന്തപുരത്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന സീറ്റുകളുടെ ഇരട്ടി ഞങ്ങൾ പിടിച്ചു. അപ്പോഴും ഇവരുടെ കയ്യിൽ നിന്നും ഇവർ അധികമായി നേടിയെന്ന് പറയുന്ന സീറ്റുകൾ എവിടെ നിന്നാണ് കിട്ടിയത്? CPM-നാണ് സീറ്റുകൾ കുറഞ്ഞത്. ഞങ്ങളുടെ നില മെച്ചപ്പെടുത്തി ഞങ്ങൾ ഇരട്ടിയോളം സീറ്റുകളാക്കി. മുട്ടടയിൽ വൈഷ്ണവ് ഉൾപ്പെടെ ഈ പറയുന്ന ഇവരെല്ലാവരും കൂട്ടിയിട്ട് ആക്രമിച്ചപ്പോൾ അങ്ങനെ. ഇനി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഞങ്ങൾ 3-ാം സ്ഥാനത്ത് പോയതെടുത്ത് ഇന്ന് കൗണ്ടിങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എത്തി. അതായത് ഞങ്ങൾ ഒരിക്കലും, അതായത് ഈ പറയുന്ന മുണ്ട് മടക്കി ഉടുക്കാനും അറിയാമെന്ന് പോലും മലയാളം അറിയാമല്ലാത്ത ആൾക്കാരൊന്നും ഞങ്ങളൊരു ഫൈറ്റേഴ്സായി കാണുന്നൊന്നുമില്ല. മുണ്ട് മടക്കി കൊടുക്കാമെന്നുള്ള എന്ത് പറയുക, ചെറിയ കുട്ടികൾക്ക് പോലും പറയാൻ അറിയാവുന്ന മലയാളം പറയില്ലാത്ത സംസ്ഥാന പ്രസിഡന്റുള്ള പാർട്ടിയുടെ ആൾക്കാരൊന്നും ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇന്ന് കേരളത്തിലെ അല്ല, ഞാൻ പറഞ്ഞത് നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് BJPയുടെ പ്രതിനിധിക്ക് ഞാൻ പറഞ്ഞത് നിഷേധിക്കാൻ പറ്റുമോ? മുണ്ട് മടക്കി കൊടുക്കണമെന്ന് ഇന്ന് ഏത് 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പോട്ടെ, ഇന്ന് ജനിച്ച LKG പഠിക്കുന്ന കുട്ടിക്ക് പറയാം മുണ്ട് കൊടുക്കാനും അറിയാം, മുണ്ട് മടക്കി കൊടുക്കാനും അറിയാമെന്നുള്ള ഒരു സിനിമ ഡയലോഗ് PR വർക്കിന്റെ പേരിൽ ജനങ്ങളെ സാക്ഷി നിർത്തി, PR വർക്കിന്റെ പേരിൽ റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടി PR വർക്കിന്റെ പേരിൽ റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മുണ്ട് മടക്കി കൊടുക്കാമെന്ന് പറയാൻ അറിയാത്തവരൊക്കെ സംസ്ഥാന പ്രസിഡന്റാക്കിയിട്ട് പിന്നെ വലിയ മുന്നേറ്റങ്ങൾ BJP CPM-മായി കൂട്ടുകച്ചവടം നടത്തിയിട്ട് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ നോക്കൂ. ഞങ്ങളുടെ മെക്കിട്ട് കയറിയൊരു കാര്യവുമില്ല. ഞങ്ങൾക്ക് ഈ തിരുവനന്തപുരം ജില്ല പിടിക്കാൻ അറിയാമെങ്കിൽ, തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ അറിയാമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉൾപ്പെടെ
നിന്ന് വന്നിട്ടുള്ള മുഴുവൻ സ്ഥലങ്ങളിലും കേരളത്തിലുള്ളത്. അത് നിങ്ങൾ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമാകും എന്ന് മാത്രമേ പറയൂ. അല്ല, പിന്നെ ആദ്യം ദൃഷ്ടാന്തമായത് സംസാരിക്കാം. നിങ്ങൾ ദൃഷ്ടാന്തമായി വരാൻ പോകുന്നതിനെ പറ്റി നമുക്ക് അത് ദൃഷ്ടാന്തമായതിനു ശേഷം സംസാരിക്കാം. ഇപ്പോൾ ദൃഷ്ടാന്തമായത് സംസാരിക്കേ. ശരി, ഗോകുൽ മറുപടി പറയാം. അല്ല, ഈ ബാലിഷമായി നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? കോൺഗ്രസിനും പേടി ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നതുകൊണ്ട് ഞങ്ങളുടെ നിങ്ങൾ ഈ നാട്ടിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ? 957 മുതൽ ഈ നാട്ടിൽ മാറി മാറി കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഗ്രാമപഞ്ചായത്തുകളും എല്ലാം ബ്ലോക്കും ജില്ലയെല്ലാം നിങ്ങൾ ഭരിക്കുന്നവരല്ലേ? ജനം നിങ്ങൾക്ക് മേലുള്ള യഥാർത്ഥ വോൾട്ടർനേറ്റീവായി യഥാർത്ഥ ശക്തിയായി കാണുന്നത് BJP-യാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് കിട്ടിയ അധികാരം, ഞങ്ങൾക്ക് ജനങ്ങൾ തരുന്ന വിശ്വാസം ഞങ്ങൾ ചെയ്ത് കാണിക്കാതെ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മാറാത്തതിന് മാറും, ഞങ്ങൾ മാറ്റിക്കാണിക്കാം. ഞങ്ങൾ ഈ ജനകീയ വിഷയങ്ങളിൽ ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ പറഞ്ഞ വികസനത്തിന്റെ രാഷ്ട്രീയം ഞങ്ങൾ ചെയ്ത് കാണിക്കാം. ഞങ്ങൾ അതുകൊണ്ടല്ലേ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJP-യുടെ അധ്യക്ഷൻ, ദ പ്രസിഡന്റ്, നിങ്ങൾ ഈ നാടിന് ജനങ്ങളോട് പറഞ്ഞു തിരുവനന്തപുരം നഗരസഭ ഞങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ 45 ദിവസത്തിനകത്ത് തിരുവനന്തപുരത്തിന്റെയും കേരളത്തിലും BJP നടത്താൻ പോകുന്ന വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് ആരവതരിപ്പിക്കും? ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് ആ ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കും. ഞങ്ങൾ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്താൻ പോവാ. ഈ സംസ്ഥാനത്തിന്റെ ഈ തലസ്ഥാനത്തിന്റെ മുഖച്ഛായ തലവര മാറ്റാൻ പോകുന്ന പ്രഖ്യാപനങ്ങളും നടപ്പാക്കലുകളും യാഥാർത്ഥ്യങ്ങളും തിരുവനന്തപുരത്ത് നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഒളിമ്പിക്സ് പോലും അവിടെ കൊണ്ടുവരും. അതായത് അത്രയും വലിയ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കേണ്ടി വരും അല്ലേ? ഒരു സംശയം വേണ്ടെന്നേ. എന്താ ഒളിമ്പിക്സ് കൊണ്ടുവരും എന്ന് പറയുമ്പോൾ നിങ്ങൾ തമാശ കാണുക? നിങ്ങൾ അധികാരത്തിൽ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും നടപ്പിലാക്കിയിട്ടില്ല. നോട്ട് നിരോധനം വന്നപ്പോ സാധാരണക്കാരന്റെ അക്കൗണ്ടിലെ പൈസ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ചെയ്തോ? ഡോളറിന്റെ വില എന്താ? നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോ പെട്രോളിന്റെയും ഡീസലിന്റെയും വില എന്താക്കുമെന്ന് നിങ്ങൾ പറഞ്ഞേ. പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനുള്ള ശേഷിയൊന്നും നിങ്ങൾക്കില്ല. മനുഷ്യന്റെ നാട്ടിലെ ജനങ്ങളുടെ അക്കൗണ്ടിൽ എത്തേണ്ട രീതിക്ക് എത്തുന്നുണ്ട്. അവരുടെ ബാങ്കിംഗ് സംവിധാനങ്ങൾ, അതിന്റെ സാങ്കേതികത എല്ലാം മെച്ചപ്പെട്ടു. നമ്മുടെ മാർക്കറ്റിംഗ്, നമ്മുടെ എക്കണോമിയിൽ ഏറ്റവും വലിയ ബൂമിംഗ് ഉണ്ടായി. ഈ രാജ്യത്തിന്റെ എക്കണോമി വളർന്നു. അങ്ങനെ വലിയ മുന്നേറ്റം ഉണ്ടായി. ഞാൻ നിങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള സമയവും സൗകര്യവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കും. ഒളിമ്പിക്സ് ആണ് നിങ്ങളുടെ വിഷയമെങ്കിൽ, ഒളിമ്പിക്സ് ആണ് നിങ്ങളുടെ വിഷയമെങ്കിൽ കേരളത്തിൽ 2036 ഒളിമ്പിക്സ് ഈ രാജ്യത്ത് നടന്നാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദി തിരുവനന്തപുരമായിരിക്കും. ഒരു സംസ്ഥാനത്ത് ഒരു നഗരത്തിൽ ഞാൻ പറയുന്ന ഒളിമ്പിക്സ് നടന്നാൽ എന്താ ഗുണം? ഒളിമ്പിക്സ് നടന്നു എന്ന് ബാലിശമായി പറയുകയില്ല. ഒളിമ്പിക്സ് നടക്കണമെങ്കിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ വരണം? പശ്ചാത്തല സൗകര്യങ്ങൾ വരണം, യാത്രാ സൗകര്യങ്ങൾ വരണം, നഗരത്തിന്റെ എല്ലാ ആസൂത്രണങ്ങളും മാറണം. അതിന് ഉതകുന്ന ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യമായി ഒരു വസ്തുതയായി മനസ്സിലാകില്ലല്ലോ. രണ്ടുപേരും സഹകരിക്കുക ദയവായി. ബില്ല് ആ പൈസ എത്തിയതിന്റെ ഒരു ഇതൊന്ന് കാണിച്ചു തന്നാൽ മതി. അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അല്ല നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുകയാണല്ലോ. ആ വിഷയങ്ങളെല്ലാം തന്നെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ബേസിൽ സംസാരിക്കും, ഗോകുലും സംസാരിക്കും. ഓക്കെ, ബേസിൽ വളരെ സ്പെസിഫിക് ആയി നമുക്ക് ഇലക്ഷനിലേക്ക് ഫോക്കസ് ചെയ്തു വന്നാൽ, ഇപ്പോൾ നോക്കൂ, ഇവിടെ വലിയ രീതിയിലുള്ള UDF തരംഗം ആഞ്ഞടിച്ചിട്ടുണ്ട്. NDAയും കാര്യമായ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ മുമ്പിൽ കണക്കുകൾ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. നമ്മൾ ഈ ചെറിയ സ്ക്രീനിൽ സംസാരിക്കുമ്പോൾ വലുതായി നമ്മൾ ആ കണക്കുകൾ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ദിവസം മുഴുവൻ മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്യാൻ പോകുന്ന കണക്കുകളാണല്ലോ, ഡാറ്റയാണല്ലോ. ആ ഡാറ്റ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയാണോ അടിസ്ഥാനപരമായി താഴെത്തട്ടിൽ ചർച്ചയാക്കിയത്, അതോ സർക്കാരിനെതിരായിട്ടുള്ള ഉണ്ട് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ജനവികാരം ഇപ്പോൾ അത് പ്രതിഫലിച്ചിരിക്കുന്നുള്ളൂ? എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചർച്ചയാക്കിയത്? ഒന്നാമത്തെ വിഷയം എന്തായിരുന്നു ബേസിലെ? അതായത് ബില്ല് ഇത് ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇലക്ഷൻ അല്ലായിരുന്നു ഇത്. ആദ്യമേ ഞാൻ പറയാം. അതായത് ശബരിമല വിഷയം അതിൻ്റെ ഇമ്പാക്റ്റ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ശബരിമല വിഷയത്തിൽ നടന്നിരിക്കുന്ന വലിയ കൊള്ളയാണ്. ആ വലിയ കൊള്ളയ്ക്കെതിരെ ഈ ഇരിക്കുന്ന BJP ഭാരവാഹിയുടെ അല്ലെങ്കിൽ BJP ഒരു പ്രതിഷേധം പോലും BJP ഇതുവരെ നടത്തിയിട്ടില്ല. ഒന്നാമത്തെ പോയിന്റ്. 2, ഈ സർക്കാരിനെതിരെ വലിയൊരു വികാരമുണ്ട്. അതായത് ആശാ വർക്കർമാർ ഉൾപ്പെടെ സമരം ചെയ്തു സെക്രട്ടേറിയറ്റിന് മുമ്പിൽ. അതുകൂടാതെ ഇന്ന് സാധാരണക്കാർക്ക് കേരളത്തിൽ ജീവിക്കാൻ രക്ഷയില്ലാത്ത ഒരവസ്ഥയുണ്ട്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ വിലക്കയറ്റം അങ്ങ് കയറി നിൽക്കുക. അതായത് നമ്മൾ
നമ്മൾക്ക് ജീവിക്കാൻ പറ്റാത്ത, സാധാരണക്കാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതായത് നമുക്ക് ഏത് ജോലിക്ക് പോയാലും ഒരു മനുഷ്യന്, സാധാരണക്കാരെ എന്നതിലുപരിയായിട്ട് ഒരു മനുഷ്യനും ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ ഒരു ഏകാധിപത്യ ശൈലിയുടെ പോകുന്ന ആളെ, അതായത് CPM-ന്റെ കേഡർ സിസ്റ്റത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം അവരുടെ കാര്യങ്ങളും കിട്ടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു കാര്യത്തിൽ, ശബരിമല മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ഈ ദുർഭരണത്തിന് അന്ത്യം വരുത്തുവാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് ആര് ഞങ്ങളെ ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ജനം വിധി എന്ന് തന്നെ പറയാം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് പേരാമ്പ്രയിലെ LDF കൺവീനറിന്റെ മണ്ഡലം പോലും ഞങ്ങൾ തിരിച്ചു പിടിച്ചു. ഞങ്ങൾ കൃത്യമായ ഐഡിയോളജിയുമായിട്ടാണ് ഈ ഇലക്ഷൻ നേരിട്ടത്. അതായത് 2020 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആധിപത്യമുള്ള ഈ കിഴക്കമ്പലത്ത് കുന്നത്തുനാട് പഞ്ചായത്ത് പോലും എന്ത് ചെയ്തു? കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഞങ്ങളുടെ സുജിത് പോളാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സുജിത് പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചു. അതായത് എറണാകുളത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്കറിയാം, എല്ലായിടത്തും അതുപോലെ തന്നെ പുതിയൊരു ടീമിനെ കൊണ്ടുവരാൻ ആയിട്ട് കൃത്യമായൊരു ടീമിനെ, പുതിയൊരു നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം വിഷുണ്ടായി, നിങ്ങളൊക്കെ പറഞ്ഞു ഇനിയൊരു പുതിയ ടീമുണ്ടോ, കോൺഗ്രസിന് ഇനി ഒരു പുതിയ ടീമുണ്ടോ, UDF-ന് ടീമുണ്ടോ? ഞാനൊരു കാര്യം പറയാം. തിരുവനന്തപുരം മുതൽ നിങ്ങളെടുത്തോ, വൈഷ്ണ, തിരുവനന്തപുരത്ത് ഞങ്ങളുടെ KSU ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള വൈഷ്ണ, അതുപോലെ തന്നെ നബീൽ കല്ലമ്പലം, അതുപോലെ തന്നെ ഞങ്ങളുടെ KSU-ന്റെ ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന ഗോപു, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ CPM തിരിച്ചു പിടിച്ചു. സെയ്താലി കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാരവാഹികളായിട്ടിരിക്കുന്ന യദുകൃഷ്ണൻ അവിടെ മത്സരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ വന്ന അഡ്വക്കേറ്റ് ലിനറ്റ് അവിടെ ജയിക്കുകയുണ്ടായി. അതുപോലെ ഓരോ സ്ഥലത്തേക്കും, എറണാകുളത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മിവാ ജോളി, പുല്ലുവഴി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മുബാസ് ഓടക്കാലി, അതുപോലെ ആലുവയിൽ അൽ അമീൻ, അതുപോലെ തൃശ്ശൂർ പോയാൽ അനീഷ് ആന്റണി, അതുപോലെ മലപ്പുറത്ത് പോയാൽ CPM-ന്റെ കയ്യിലിരുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ 10,000 വോട്ടുകൾക്ക് മേളിൽ ഒരു തീയായി ആരതി എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ KSU-ന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആ സീറ്റ് തിരിച്ചു പിടിച്ചു. അപ്പോൾ ഇതുപോലൊരു പുതിയ ജനറേഷനെ വാർത്തെടുത്തുകൊണ്ട് പുതിയൊരു എറയെ, പുതിയ ഒരു കൂട്ടം യുവാക്കളെ, കഴിവുള്ള, പ്രാപ്തിയുള്ള പുതിയൊരു കൂട്ടത്തെ, അതായത് പുതിയൊരു ടീമിനെ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ കോൺഗ്രസ് ലീഡർഷിപ്പ് കൃത്യമായ നിലപാട് ഈ ഇലക്ഷനിൽ എടുത്തിട്ടുണ്ട്. ആ ഒരു നിലപാട്, അതായത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല, പുതിയതായി കോൺഗ്രസിനെ നേതൃത്വത്തിലേക്ക് വരും. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് ഒരു യൂത്ത് ടീമിനെ, അതിനെ കൃത്യമായി റിക്രൂട്ട് ചെയ്യാൻ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് കൃത്യമായി, UDF-ന്റെ ലീഡർഷിപ്പ് കൃത്യമായി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ആ ഇനിഷ്യേറ്റീവ് നമ്മൾ കാണാതെ പോകരുത്. ആ ഇനിഷ്യേറ്റീവ് ഉൾപ്പെടെ ഈ ഇലക്ഷനിൽ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം, ചരിത്രത്തിൽ ഇതുവരെ കൊടുക്കാത്ത രീതിയിലുള്ള പ്രാതിനിധ്യം കൊടുക്കുവാനായിട്ട് UDF-ന്റെ ലീഡർഷിപ്പ് കൃത്യമായി ശ്രമിച്ചു. ഓക്കെ, ഗോകുൽ ഗോപിനാഥ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എവിടെയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എവിടെയാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്? 2026 പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇനി അതാണല്ലോ നമ്മുടെ മുന്നിൽ, നമ്മുടെ ഓരോ ശ്വാസത്തിലുമുള്ളത് ആ കണക്കൂട്ടലായിരിക്കുമല്ലോ. നിങ്ങൾക്കും നമ്മൾക്കും എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ 2026 പറ്റി ചിന്തിക്കുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ്, എവിടെയാണ്? ഇങ്ങനെ ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതുപോലെ എടുത്തു പറയാനുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിങ്ങൾ സമരമൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് എന്തും പറയാം. ഇന്ന് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിനുണ്ട്. ജനങ്ങൾ അവരിൽ ഈ CPM വിരുദ്ധ, പിണറായി വിരുദ്ധ വോട്ടുകൾ ജനങ്ങൾ നൽകി അവരെ വിജയിപ്പിച്ചിട്ടുണ്ട്. അവർ ഭൂരിപക്ഷം സ്ഥലത്തും ജയിച്ചിട്ടുണ്ട്. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഇവിടെ സാധാരണക്കാരല്ലേ, സാധാരണക്കാരന്റെ പാർട്ടിയല്ലേ, ഞങ്ങൾ വന്നോളാന്നേ. തിരുവനന്തപുരം പിടിച്ചതുപോലെ, തൃപ്പൂണിത്തുറ പിടിച്ചതുപോലെ, പാലക്കാട് 3-ാം വട്ടം ജയിച്ചതുപോലെ ഞങ്ങൾ വന്നോളാം. ഞാൻ പറയട്ടെ ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ നോക്കൂ. ചരിത്രത്തിലാദ്യമായി BJP 90% സീറ്റുകളിൽ, 21,000 സീറ്റുകൾ, 23,000 സീറ്റുകളിൽ 90% സീറ്റുകളിലും BJP-യുടെ സ്ഥാനാർത്ഥികൾ താമര ചിഹ്നത്തിൽ മത്സരിച്ച ഇലക്ഷനാണ്, ഈ തിരഞ്ഞെടുപ്പാണ് ഈ കടന്നു പോകുന്നത്. 19,262 സീറ്റുകളിൽ BJP-യുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ് BJP-യുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. അത് അവിടെ മത്സരിച്ച് ജയിക്കുക, തോക്കുക എന്ന് പറയുന്നത് BJP-യുടെ അജണ്ടയല്ല. അവിടെ നമ്മൾ ജയിക്കാം, തോൽക്കാം. പക്ഷേ ഈ 19,262 സ്ഥാനാർത്ഥികളും ആ നാടിന്റെ പ്രശ്നങ്ങളിൽ, നാടിന്റെ വികസനങ്ങളിൽ BJP-യുടെ കൃത്യമായ രാഷ്ട്രീയം ആ നാടിനോട് പറഞ്ഞ് ഇനി ഉണ്ടാകും. അത് തന്നെയാണ് ഏറ്റവും പ്രധാന ഇൻവെസ്റ്റ്മെന്റ്. രണ്ടാമത്, ഈ നാടിനോട് BJP പറഞ്ഞ
തിരഞ്ഞെടുപ്പിൽ പറഞ്ഞ വികസനത്തിന്റെ രാഷ്ട്രീയം. ഈ കേരളത്തിനകത്ത് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി മാറി മാറി വന്ന ഇടത് വലത് മുന്നണികൾ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഈ നാട്ടിലെ കേന്ദ്ര സർക്കാരുകളും നൽകുന്ന ഫണ്ടുകളും പ്രോജക്റ്റുകളും നടപ്പാക്കാതെ അവരുടെ കീശ വെറുപ്പിച്ച് അഴിമതിയുടെ പണമാക്കി അതിനെ മാറ്റിയ കൃത്യമായ രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞു. അതല്ലേ തിരുവനന്തപുരത്ത് എന്താ പ്രതിഫലിച്ചത്? നിങ്ങൾ നോക്കിക്കേ, ഏറ്റവും വലിയ കൊട്ടിഘോഷിക്കലുമായി CPM അവതരിപ്പിച്ച 21 വയസ്സുകാരി മേയർ അവിടെ. CPM-ന് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന നിലവിൽ CPM-ന്റെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെ സ്വന്തം വാർഡ് മുടവൺ മുകളിൽ പോലും ഒരു വോട്ട് ചോദിക്കാൻ പോലും മുഖം കാണിക്കാൻ പുറത്തിറക്കാൻ കഴിയാത്ത രീതിയിൽ കോഴിക്കോട്ടേക്ക് കെട്ടിക്കിട്ടിക്കേണ്ടി വന്നില്ലേ? എന്താ അതിന് കാരണം? BJP എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച പ്രതിപക്ഷമായി പ്രവർത്തിച്ച തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷം BJP ഏറ്റവും കൂടുതൽ പുറത്തു കൊണ്ടുവന്ന CPM-ന്റെ 45 വർഷത്തെ അഴിമതി കാരണം, അതിൽ ആര്യ രാജേന്ദ്രൻ ഒടുവിലത്തെ മേയറായി നടത്തിയ അഴിമതികൾ കാരണം, ആറ്റുകാൽ പൊങ്കാലയുടെ അഴിമതി, നമ്മുടെ സാധാരണ SC വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് കൊടുക്കേണ്ട ഫണ്ടിലെ അഴിമതി അടക്കം നടത്തിയ അഴിമതികൾ കാരണം, അതിന് ചൂട്ടുപിടിച്ചതിന് നേതൃത്വം കൊടുത്തതിന് ഏറ്റവും വലിയ ധാർഷ്ട്യത്തിന്റെ ഭാഗമായതിന് മേയറെ പോലും പുറത്തിറക്കാൻ കഴിയാത്ത രീതിയിൽ CPM പരാജയപ്പെട്ട് പോയില്ലേ? അത് ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, BJP ജയിക്കുന്നതോടൊപ്പം മുഖ്യ പ്രതിപക്ഷമാകുന്നു, BJP ജയിക്കുന്നതോടൊപ്പം ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നു, BJP വിജയിക്കുന്നതോടൊപ്പം ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി മാറുന്നു. അതാണ് ജനം ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ എല്ലായിടത്തും ഒരേപോലെ ഒറ്റ സമയത്ത് ഒരുമിച്ച് ജയിക്കണമെന്ന് ഒരു വാശിയും BJPക്കില്ല. ജയവും പരാജയവും, വിജയിച്ചാൽ അമിതാഹ്ലാദവും, പരാജയപ്പെട്ടാൽ ഒരു നിരാശയും ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനുമില്ല. ഞങ്ങൾ ജനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. ആ വിശ്വാസം ജനങ്ങൾ തിരുവനന്തപുരത്ത് ഞങ്ങളെ പിന്തുണച്ച്, ഞങ്ങളെ സ്വീകരിച്ച്, സ്നേഹിച്ച്, ആത്മവിശ്വാസം തന്ന് അവർ വിജയിപ്പിച്ചു. കേരളത്തിലുടനീളം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന 1500ഓളം സീറ്റുകളിൽ നിന്ന് 3000-ലധികം സീറ്റുകളിലേക്ക് ഇരട്ടിയായി സീറ്റുകൾ വർദ്ധിപ്പിച്ച് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്വീകരിച്ചു. കഴിഞ്ഞ വട്ടം തിരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്ന 19.5% നിന്ന് വലിയ വർധനവാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഈ ഇൻവെസ്റ്റ്മെന്റും കൊണ്ടാണ്, ഈ മൂലധനവും കൊണ്ടാണ് 26-ലെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മുന്നണിയായി, കക്ഷിയായി മാറാനുള്ള തേരോട്ടത്തിന് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ നേതൃത്വമായി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന. ശരി, അങ്ങ് ഉന്നയിച്ച CPM-നുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് വേണ്ടി ഇടത് പ്രതിനിധി ലഭ്യമായിട്ടുള്ള V വസീഫ് ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ശ്രീ ബേസിൽ പാറേക്കുടി, ഇപ്പോൾ നോക്കൂ, VD സതീശൻ എടുത്തിട്ടുള്ള നിലപാടുകളുടെ തിളക്കം ഈ നടപടികളിൽ അല്ലെങ്കിൽ ഈ വിജയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസിന്റെ UDF-ന്റെ അനുഭാവികളെല്ലാം പ്രകീർത്തിക്കുന്ന കാര്യമാണ്. VD സതീശനിലേക്ക് ഫോക്കസ് പോകുന്ന നിശ്ചയമായും UDF-ന്റെ ചെയർമാൻ, UDF-ന്റെ നായകൻ എന്ന നിലയിൽ VD സതീശനിലേക്ക് ആ ഫോക്കസ് പോകുമല്ലോ. അതിനോ അപ്പുറം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഉൾപ്പെടെ അദ്ദേഹം എടുത്തിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുകളുടെ തെളിച്ചം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് വിലയിരുത്താനാകുമോ? തീർച്ചയായും. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി എങ്ങനെയാണ് ഒരു ഇഷ്യൂ വരുന്നു. ഇപ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. പാർട്ടി ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാക്കി, പിന്നീട് പാർട്ടി KSUവിൻ്റെ ഭാരവാഹിയാക്കി, അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആക്കി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാക്കി. ആരോപണം വന്നു, രാഹുലിനെ പാർട്ടി പുറത്താക്കി. അപ്പോൾ കൃത്യമായ നിലപാടെടുത്തു. മുൻകൂർ ജാമ്യം തള്ളുന്ന അവസരത്തിൽ പാർട്ടിയിൽ നിന്നും രാഹുലിനെ പുറത്താക്കി. കൃത്യമായിട്ടുള്ളൊരു നിലപാട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം, അത് കളക്റ്റീവ് ലീഡർഷിപ്പ് ചെയ്തൊരു കാര്യമാണ്. അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ KPC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെ, വർക്കിംഗ് പ്രസിഡന്റ്മാരായിരിക്കുന്ന AP അനിൽകുമാറും ഷാഫി പറമ്പിലും PC വിശ്വനാഥും ഉൾപ്പെടെ എല്ലാവരും ചേർന്നെടുത്ത കൂട്ടായ തീരുമാനം, തികച്ചും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള തീരുമാനം. ഞങ്ങളുടെ പാർട്ടി കോടതിയിലല്ല ഈ തീരുമാനം വരുത്തുന്നത്, മറിച്ച് പരാതി വന്നപ്പോൾ KPC പ്രസിഡന്റ് DGPക്ക് പരാതി കൈമാറി. ഞങ്ങളുടെ പാർട്ടിയിൽ തീവ്രത അളക്കുന്ന മെഷീൻ ഇല്ല. ഞങ്ങളുടെ പാർട്ടി കൃത്യമായി എന്താണോ ചെയ്യേണ്ടത്, ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഒരു സമൂഹത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ കൃത്യമായ പരാതി ലഭിച്ചപ്പോൾ അതിന് കൃത്യമായ പരാതികളെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞത് കൂടി KPCC അധ്യക്ഷനാണ്. വെൽ ഡ്രാഫ്റ്റഡ് എന്ന വാക്ക് ഉപയോഗിച്ചു അദ്ദേഹമാണ്. ഞാൻ പറയാൻ പിന്നില്ലേ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞാനൊരു കാര്യം പറയാം. അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വരുന്ന പരാതി, അല്ലെങ്കിൽ ഈ പറയുന്ന KPC പ്രസിഡന്റ് പറഞ്ഞത് വെൽ ഡ്രാഫ്റ്റഡ് ആണ് ഈ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ആരോപണം വളരെ വളരെ വൃത്തിയായി ഇങ്ങനൊരു ആരോപണം മുന്നിട്ട് വരുന്നു. ഞങ്ങൾ എപ്പോഴും ഈ പറയുന്ന അതിജീവിതയ്ക്കൊപ്പം
അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. എൻ്റെ നിലപാടും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ നിലപാടും ഒക്കെ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു പരാതി വരുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ, അതായത് പാർട്ടിയെ പ്രഷർ ചെയ്യാൻ വേണ്ടി, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു പരാതി വരുന്നു. ഇതോടൊപ്പം തന്നെ ഗുരുവായൂർ മുൻ MLA-ക്കെതിരെ പരാതി വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞു, ഗുരുവായൂർ മുൻ MLA-ക്കെതിരെ പരാതി വന്നു കഴിഞ്ഞപ്പോൾ ഇന്നും IFFK-യുടെ സെലക്ഷൻ കമ്മിറ്റിയുടെ പ്രഥമയാളായിട്ട് ഇരിക്കുന്ന ആളാരാ? ഈ കുഞ്ഞു മുഹമ്മദ്. ഈ IFFK ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഈ IFFK-യുടെ പ്രഥമ സ്ഥാനത്തിരിക്കുന്ന കുഞ്ഞു മുഹമ്മദ് CPM-ന്റെ മുൻ MLA-ക്കെതിരെ അതേ കമ്മിറ്റിയിലുള്ള, ഇദ്ദേഹം സെലക്ട് ചെയ്ത പടമാണ് ഇപ്പോൾ IFFK ഓടിക്കുന്നത്, ഇതേ കമ്മിറ്റിയിലിരിക്കുന്ന ഒരു ആള്, അതായത് ഇവരുടെ സഹഭാരവാഹി കംപ്ലൈന്റ് കൊടുക്കുന്നു. ആ കംപ്ലൈന്റ് CM-ന്റെ ഓഫീസ് 10 ദിവസം അങ്ങ് മുക്കി വെക്കുക. ആ 10 ദിവസം അങ്ങ് മുക്കി വെക്കുക. ആരോപണം വന്നപ്പോൾ എന്തൊക്കെ അക്രമങ്ങൾ ഈ കേരളത്തിൽ അഴിച്ചുവിട്ടു. ആരോപണം വന്നപ്പോൾ എന്തൊക്കെ അക്രമങ്ങൾ ഇവിടെ അഴിച്ചുവിട്ടു. ഞാൻ അതിനെ ന്യായീകരിച്ച് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നയാള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. ആ മാറ്റം ഇക്കാര്യം പറയുമ്പോൾ ആ കാര്യം വ്യക്തമാണ്. PT കുഞ്ഞു മുഹമ്മദിന്റെ പരാതി മുക്കിവെച്ചു എന്നുള്ള ആരോപണത്തിൽ, അതായത് ഇത്രനാൾ പരാതി ഹോൾഡ് ചെയ്തു വെച്ചെന്ന കാര്യത്തിൽ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നുള്ളതാണ് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. പക്ഷേ ബേസിൽ അപ്പോഴും നോക്കൂ, രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗമല്ല. അയാൾ പാലക്കാട് MLA മാത്രമാണ്, നിങ്ങളുടെ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണല്ലോ ഇന്നുകൂടി VD സതീശൻ ആവർത്തിക്കുന്നത്. അറബിക്കടലിൽ ഇളകി വന്നാൽ പോലും എന്റെ നിലപാട് മാറ്റമില്ല എന്ന് അദ്ദേഹം ഉറച്ചു പറയുകയാണ്. പക്ഷെ അപ്പോഴും എന്തുകൊണ്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന പാലക്കാട്ടെ സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ ജയിച്ചു വന്ന അവിടുത്തെ വിജയികളായിട്ടുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തെ അദ്ദേഹത്തിന്റെ MLA ഓഫീസിൽ പോയി കാണുന്നത്? എന്തിനാണ് MLA മാത്രമായിരിക്കുന്ന കോൺഗ്രസ് നേതാവ് അല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും കോൺഗ്രസുകാർ പോയി കാണുന്നത്? ഓക്കെ, ഇതിൻ്റെ കൃത്യമായ ഉത്തരം ഞാൻ തരാം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, കഴിഞ്ഞ ദിവസം ഞാൻ പാലക്കാട് DC പോയ ഒരാളായതുകൊണ്ട് ഞാൻ പറയും, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റോ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റോ ഒരു പരിപാടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിൽ വെച്ചോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടൻ ഗസ്റ്റായി വിളിച്ചോ നടത്തിയെങ്കിൽ ബില്ല് പറയുന്നത് ഞാൻ അംഗീകരിക്കാം. പിന്നെ രാഹുലുമായി പേഴ്സണൽ, രാഹുലെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ പറയട്ടെ ബില്ലെ, അവിടെ അടുത്തുള്ള 1-2 ജനപ്രതിനിധികളെ ജയിച്ചവർ രാഹുലുമായി ബന്ധമുള്ളവർ പോയിട്ടുണ്ടാവും. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് പോയതെങ്കിൽ ബിൽ പറയുന്നത് ഞാൻ കേൾക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയോ UDF-ന്റെയോ ഐക്യ ജനാധിപത്യ മുന്നണിയുടെയോ ഏതെങ്കിലും നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് രാഹുലിന്റെ ഓഫീസിൽ പോകും എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലേ? അല്ല ബില്ലെ, ഞാൻ പറയട്ടെ, ഇപ്പോൾ ബിനിൽ എല്ലാ സ്ഥലത്തും പോകും. ഞാൻ പറഞ്ഞത് ഒരു സ്ഥലത്ത് പോകുന്നു, അവിടെ ചെന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു ഭാരവാഹി പോയിട്ടുണ്ട്, അവിടെ അടുത്തുള്ള സ്വാഭാവികമായും ഒരു MLA ആണ്, അവിടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള 2-3 അല്ലെങ്കിൽ 1-2 വാർഡിലെ ആളുകൾ, ജയിച്ച ആളുകൾ രാഹുലിനെ കണ്ടിട്ടുണ്ടാകും. ഞങ്ങൾ പറയുന്നത് രാഹുലിനെ ഈ പാർട്ടി പുറത്താക്കിയതാണ്. ജില്ലാ സെക്രട്ടറി അല്ല അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് വോട്ട് ചെയ്യാൻ പോയപ്പോ. ഞാൻ പറഞ്ഞത് എന്താണ് ബിനിലെ, ഈ പാർട്ടി ഈ രാഹുലിനെ പുറത്താക്കിയതാണ്. പാർട്ടി കൃത്യമായി പക്വമായ നിലപാട് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് എടുത്തു എന്ന് ബിനിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞ രാഹുൽ ഇന്ന് പാർട്ടിയിൽ മെമ്പർ അല്ല. രാഹുൽ മാങ്കൂട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായോ യൂത്ത് കോൺഗ്രസുമായോ യാതൊരു ബന്ധവുമില്ല. പാർട്ടി പുറത്താക്കിയിരിക്കുകയാണ്. ബാക്കി നടപടികൾ പാർട്ടി മറ്റുള്ള ലീഡർഷിപ്പുമായി ആലോചിച്ചെടുക്കും. പാർട്ടി ഒഫീഷ്യലെ ഒരു പ്രോഗ്രാമും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിൽ വെച്ച് നടത്തിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ച് പരിപാടി നടത്തിയിട്ടില്ല. പുറത്താക്കുന്നതിന് മുൻപും സസ്പെൻഷൻ കഴിഞ്ഞ് വീണ്ടും സിനിമാ നടിമാരുമായി എല്ലാം ബന്ധപ്പെട്ട് PR വർക്കുകളുമായി രാഹുൽ അവിടെ സജീവമാകാൻ അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എറണാകുളത്തോ എന്തിനാണ് അയാളെ ഇങ്ങനെ എന്റെ ചോദ്യം. ബില്ല് നാളെ ഒരു സിനിമയോട് ഫോട്ടോ എടുത്തു എന്ന് വിചാരിക്കുക, ഞങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും ബില്ലിന്റെ അടുത്ത്? പാർട്ടി ചോദിക്കാൻ ഞാൻ ആൻസർ ചെയ്യാം. KPC പ്രസിഡന്റ് ചോദിച്ചോ, ഐ ആം ആൻസറബിൾ. ബിനിൽ ഇപ്പോൾ എന്റെ അടുത്ത് VD സതീശനെ പറ്റി ചോദിച്ചോ, ഐ ആം ആൻസറബിൾ. ബിനിൽ ഇപ്പോൾ എന്റെ അടുത്ത് KPCC-യുടെ 3 വർക്കിംഗ് പ്രസിഡന്റുമാരെ പറ്റി ചോദിച്ചോ, ഐ ആം ആൻസറബിൾ. പാർട്ടിക്ക് പുറത്തുള്ള, പ്രസ്ഥാനത്തിന് പുറത്തുള്ള ആരെങ്കിലും പറ്റി അതെന്താ ഇതെന്താന്ന് ബിനിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയണം? പോവുകയാണ്, സമയക്കുറവുള്ളതുകൊണ്ടാണ്. ശ്രീ ഗോകുൽ ഗോപിനാഥ്, നോക്കൂ, തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് വളരെ തിളക്കമാർന്ന വിജയം നേടി എന്ന കാര്യത്തിൽ സംശയമില്ല. കോർപ്പറേഷൻ ഭരണത്തിന് ഒരൊറ്റ സീറ്റിന്റെ അകലം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അപ്പോഴും വിവിധ ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. 2 മരണങ്ങൾ, നിങ്ങളുടെ മുൻ കൗൺസിലറായിരുന്ന തിരുമല അനിലിൻ്റെയും ഒപ്പം തന്നെ ആനന്ദ് കെ തമ്പി RSS പ്രവർത്തകന്റെയും മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം മറികടക്കാനാവുന്ന ഇതിലും തിളക്കമാർന്ന വിജയം നിങ്ങൾക്ക് അവിടെ ഉറപ്പിക്കാനാകുമായിരുന്നില്ലേ?
ഈ നിർഭാഗ്യകരമായി സംഭവിച്ച ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജനം വിലയിരുത്തുകയും അതെല്ലാം പരിശോധിക്കുകയും അതെല്ലാം വോട്ടാവുകയും അതെല്ലാം ഈ പറയുന്ന CPM-ഉം കോൺഗ്രസും വല്ലാണ്ട് മൃഗീയമായ രീതിയിൽ ആ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് അതെല്ലാം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജനം അവരുടെ വിധി എഴുതിയിട്ടുണ്ട്. ആ വിധി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP-യെ തിരഞ്ഞെടുത്ത് ഈ കോർപ്പറേഷൻ്റെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം 45 വർഷം CPM-ന്റെ മേയർമാർ മാത്രം ഇരുന്ന കസേര BJP-യുടെ മേയറെ ആദ്യമായി ചരിത്രത്തിൽ കേരളത്തിൽ ഉപവിഷ്ടരാക്കാൻ പോകുന്ന ഈ തിരഞ്ഞെടുപ്പ് വിജയം BJP-ക്ക് നൽകിയത് എല്ലാ കെട്ടുകഥകളെയും എല്ലാ യാഥാർത്ഥ്യ വിരുദ്ധമായ കാര്യങ്ങളെയും പൊളിച്ചുകൊണ്ടാണ് ജനങ്ങൾ ആ വിധി നൽകിയത്. അതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ മാങ്കൂട്ടം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ആ ചർച്ചകളെക്കുറിച്ച് എൻ്റെ സഹ പാനലിസ്റ്റ് നേതാവ് ഇവിടെ സൂചിപ്പിക്കേണ്ടായി. നിങ്ങൾ നോക്കൂ, കോൺഗ്രസിൽ ഈ MLA പദവിയാണോ അതോ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയാണോ അല്ലെങ്കിൽ ഈ കോൺഗ്രസ് മെമ്പർഷിപ്പിന്റെ വിലയാണോ ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ MLA പദവി തന്നെയാണ്. ഇവരെല്ലാം ഈ പദവികളിൽ എത്തുന്നത് കോൺഗ്രസിന്റെ നേതാവ് ഈ പറയുന്ന മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം സ്ത്രീകളെ പീഡിപ്പിച്ച് സ്ത്രീകളെ ഗർഭചിത്രം നടത്തി സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിച്ച് ഈ നാട്ടിൽ വീണ്ടും സ്വൈര്യവിഹാരം നടത്തുന്നത് കോൺഗ്രസ് നേതാക്കന്മാരുടെ മൗനാനുവാദം കൊണ്ടാണ്. അത് അവിടെ അവസാനിപ്പിച്ചു. അതോടൊപ്പം പറയട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഇവിടെ മാങ്കൂട്ടത്തിന്റെ വിഷയം ഞാൻ അവസാനിപ്പിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി കൊള്ളയിൽ BJP മൗനം പാലിച്ചു. BJP ഒരു സമരവുമായിട്ട് പറയട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. BJP ശബരിമല വിഷയത്തിൽ ശബരിമല സ്വർണ്ണപ്പാളി അത് കട്ടുകൊണ്ടുപോയ അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ടുപോയ CPM-നെതിരെ BJP ഒന്നും ചെയ്തില്ല. നിങ്ങൾ നോക്കൂ, BJP ആണ് ഈ ശബരിമല വിഷയം കേരളത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നത്. BJP-യാണ് ഈ ചർച്ച കൊണ്ടുവരുന്നത്. BJP-യാണ് പ്രതിഷേധം നടത്തുന്നത്. ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവിനെ, ഏതെങ്കിലും ഒരു UDF നേതാവിനെ നിങ്ങൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു സമരത്തിൽ കണ്ടോ? എവിടെ പറയാം BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിൽ പെരുമഴയത്ത് തിരുവനന്തപുരം BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിൽ BJP ഈ കേരളത്തിൽ നടത്തിയ ഐതിഹാസികമായ സമരമുണ്ട്. ആ സെക്രട്ടേറിയറ്റ് പഠിക്കൽ 24 മണിക്കൂർ സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് BJP നടത്തിയ സമരം. പെരുമഴയുണ്ടായിരുന്ന 2 ദിവസം രാവും പകലും രാവന്തിയോളം ഈ നാട്ടിൽ പെരുമഴ പെയ്യുമ്പോൾ മണിക്കൂറുകളോളം ഈ നഗരത്തിന്റെ എല്ലാ അഴുക്കും ഒലിച്ച് എല്ലാ വൃത്തികേടുകളും ഒലിച്ചു വരുന്ന ആ വെള്ളത്തിലിരുന്ന് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJP-യുടെ ഏറ്റവും കരുത്തനായ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ ശക്തമായ പ്രതിരോധവും സമരവുമാണ് ഈ പറയുന്ന ശബരിമല വിഷയത്തിനകത്ത് പത്മകുമാറിനെയും വാസുവിനെയും അടക്കമുള്ള CPM-ന്റെ നേതാക്കന്മാരെയും പിണറായി വിജയന്റെ ഇഷ്ടക്കാരെയും ഇന്ന് അഴിക്കുള്ളിലാക്കിയത്. അതൊരു VD സതീശനോ ഒരു K മുരളീധരനോ ഒരു KC വേണുഗോപാലോ കോൺഗ്രസോ UDF-ഓ കുഞ്ഞാലിക്കുട്ടിയോ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ടല്ല, മറിച്ച് രാജീവ് ചന്ദ്രശേഖർ ജി അഴുക്ക് വെള്ളത്തിലിരുന്ന് മുദ്രാവാക്യം വിളിച്ച് അഴുക്ക് വെള്ളത്തിലിരുന്ന് സമരം നടത്തി ഈ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് നേടിയെടുത്ത ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ വിജയമാണ് ഇന്ന് CPM-ന്റെ നേതാക്കന്മാർ ശബരിമല വിഷയത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുതൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുതൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുതൽ KPCC വരെ കൃത്യമായ സർക്കുലർ പ്രകാരം കൃത്യമായി സമരം നടത്തിയതിന്റെ അനന്തരഫലമാണ് ഈ തെരഞ്ഞെടുപ്പില് ഐക്യജനാധിപത്യ മുന്നണിക്ക് UDF വളരെ സജീവമായ ചർച്ചയിലേക്ക് എത്തി. വളരെ നന്ദി ശ്രീ ബേസിൽ പാറേക്കുടി, ഒപ്പം തന്നെ ശ്രീ ഗോകുൽ ഗോപിനാഥ് ചർച്ചയിൽ പങ്കെടുത്തതിന്.